ഇഷ്ടരാഗം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ പ്രകാശ് നായരാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത്. അതിൻ്റെ ഷൂട്ടിങ്ങിനെ കണ്ടിന്യൂ ആയതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാനും അതിലേക്കൊരു പ്രൊഡ്യൂസർ ആവേണ്ടി വന്നു. കറണ്ടായിട്ടുള്ള അഫയേഴ്സായി നടക്കുന്ന ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് അത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതിൽ. ഈ മെയ് 31 റിലീസാവാനിരിക്കുന്ന ഇഷ്ടരാഗം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ പ്രകാശ് നായരാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത്. ഇഷ്ടരാഗം സിനിമയെക്കുറിച്ചും ആ സിനിമയിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം പ്രകാശ് സാർ. ഇഷ്ടരാഗം സിനിമ അതാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ സാർ ആദ്യം ഈ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നത്. 50-ൽ പരം മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തു കഴിഞ്ഞു, കുറേ എണ്ണം അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ മ്യൂസിക്കിൽ നിന്ന് പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യം? ആക്ച്വലി എൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ആണ് ഹൃദയം തേങ്ങുമെന്നുള്ളത്. അതിനൊരു അവാർഡ് കിട്ടി, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലൊരു അവാർഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഓർഗനൈസറായിരുന്നു സുരേഷ് രാമനത്തള്ളി. അദ്ദേഹം ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ആ ഒരു സോങ് എഴുതിയത് ഞാൻ തന്നെയായിരുന്നു. രാജേഷ് ബി മേനോനാണ് അത് സംവിധാനം ചെയ്തത്. അതിന് ഒട്ടും ഒരു 16 അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ ഓർഗനൈസറായിരുന്ന സുരേഷ് രാമനത്തള്ളി എന്നോട് ചോദിച്ചു, പുള്ളി ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, അതിലേക്കൊരു ലിറിക്സ് എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രൊഡക്ഷന് മാത്രമേ എഴുതുന്നുള്ളൂ, സിനിമയ്ക്കൊന്നും എഴുതാനായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് ആ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങൾ ആരെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ കുറച്ച് മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, അവൻ എൻ്റെ ഒരു മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയും ഈ ഫോട്ടോസെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ അവരത് സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങിനെ കണ്ടിന്യൂ ആയതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാനും അതിലേക്കൊരു പ്രൊഡ്യൂസർ ആവേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിലേക്ക് ഫസ്റ്റ് ടൈം ഇതിലേക്ക് ആയത്. എന്തായിരുന്നു പുതിയ ഒരു സിനിമയിൽ എത്തിപ്പെട്ടപ്പോഴത്തെ, അതായത് മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സിനിമയിൽ എത്തിപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നൊരു വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തത്? മ്യൂസിക് വീഡിയോ എന്ന് പറഞ്ഞാൽ 4.5 മിനിറ്റിൻ്റെ ഒരു കാര്യമാണ്. ഫിലിം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ്. അത് രണ്ടും കൂടി കമ്പയറബിൾ അല്ല. ഒരുപാട് പേരുടെ അധ്വാനം, എഡിറ്റിങ്, മിക്സിങ്, ക്യാമറ, ഒരുപാട് ഔട്ട്ഡോർ ഷൂട്ടിങ്സ്, എത്ര പേര് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? അത് എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസമായിട്ടാണ് തോന്നുന്നത് മ്യൂസിക് വീഡിയോയിൽ നിന്നും സിനിമയിലേക്കുള്ളത്. ഇപ്പോൾ നമ്മുടെ ആൽബങ്ങൾ ചെയ്തതിൽ ഇപ്പോൾ ലിറിക്സ് എഴുതി കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സമീപിച്ചത് ആദ്യം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര എണ്ണത്തിന് ആൽബങ്ങളിൽ എത്ര സോങ് സ്വന്തമായിട്ട് ലിറിക്സ് എഴുതിയിട്ടുണ്ട്? ഞാൻ 5 പാട്ടുകളാണ് ഞാൻ എഴുതിയത്. അതിൽ 5 പാട്ട് എഴുതിയതിൽ 2 പാട്ടുകൾ സുദീപ് കുമാറാണ് പാടിയത്, 2 പാട്ടുകൾ കൊല്ലം അഭിജിത്ത് പാടി, ഒരു പാട്ട് ബിജു നാരായണനാണ് പാടിയത്. അപ്പോൾ ഈ സുദീപ് കുമാർ ഞാൻ എഴുതിയ പാട്ടും ഞാൻ ചെയ്ത മറ്റൊരു പാട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയൊരു പാട്ടുമഴ എന്നുള്ള പാട്ടും, ആ 2 പാട്ടിനും സുദീപ് കുമാറിൻ്റെ ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടി ഇപ്പോൾ അടുത്ത് വെച്ചിട്ട്, വേണ്ടത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. തമ്പി സാറും ഞാനും എഴുതിയ പാട്ടുകൾക്കും അവാർഡ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, തമ്പി സാറിൻ്റെ വരികൾ എൻ്റെ ആകാശ് പ്രകാശ് മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വരുന്നു പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഡ്രീമാണ് എനിക്ക്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിറിസിസ്റ്റാണ് തമ്പി സാർ. അപ്പോൾ ഈ സിനിമയിലേക്കായിട്ട് സാർ എഴുതിയിട്ടുണ്ടോ ലിറിക്സ്? എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ലിറിക്സിന് വേണ്ടിയാണോ വിളിച്ചതെങ്കിലും പിന്നീട് അത് നിർമ്മാണത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ? ഓക്കെ. ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എഴുതാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മുന്നേ തന്നെ എഴുതാറുണ്ടോ, അതോ പിന്നീട് മ്യൂസിക്കിനോടുള്ള താല്പര്യം കൊണ്ട് സ്വയമേവ? അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓഫീസിലിരുന്ന് വെറുതെ കുത്തിക്കുറിച്ചതാണ് ഈ പാട്ടുകളൊക്കെ. അങ്ങനൊരു മൂഡോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എഴുതി അയച്ചു കൊടുത്തപ്പോൾ കമ്പോസ് ചെയ്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു വേർഡ് പോലും വെട്ടേണ്ടി വന്നിട്ടോ തിരുത്തേണ്ടി വന്നിട്ടോ അല്ലെങ്കിൽ മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതൊരു ഇൻസ്പിറേഷനായി. ഒന്നാമത് കമ്പോസേഴ്സിൻ്റെ കഴിവ് തന്നെയാണ് പാട്ടിൻ്റെത്. അപ്പോൾ എഴുത്തിലെ ഉള്ളിലൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കണു. അത് ഈ ഏജിലാണ് വന്നതെന്ന് മാത്രം. ഒരു ബിസിനസ് ഉണ്ടല്ലേ? ഞാൻ ഖത്തർ കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു പെട്രോ കെമിക്കൽ കമ്പനിയിൽ SAP ആൻഡ് ബഡ്ജറ്റ് അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. ക്യൂ കെമിക്കൽ ഗവൺമെൻറ് സർവീസ്. ഈ വർക്ക് ചെയ്യുന്നതിന് ഇടയിൽ എഴുതാനും അതുപോലെ ഇപ്പോൾ സിനിമ പോലെ ഇപ്പോൾ സിനിമയുടെ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചു, ഇനി തുടർന്ന് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങുകൾ എന്തൊക്കെയാണ്? എനിക്ക് മ്യൂസിക്കിനാണ് ഇഷ്ടം. കുറേ മ്യൂസിക് വീഡിയോസ് ചെയ്യണം. അതിനിടയിൽ നല്ല സ്ക്രിപ്റ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്.
മകൻ ഈ ഫീൽഡിലേക്ക് തുടർച്ചയായിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് അവൻ്റെ സ്വന്തം ഇഷ്ടമാണ്. നമ്മൾ ഒന്നിലും കൺട്രോളല്ല. ഈ ഫീൽഡ് മോശമൊന്നുമല്ല. അവന് അതിന് ഭാവി ഉണ്ടെങ്കിൽ ലെറ്റ് ഹിം ഡു ഇറ്റ്. എല്ലാം അവൻ്റെ ഇഷ്ടം. എന്താണ് ഇഷ്ടരാഗം സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 53 സോങ്സ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നതും മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് അപ്പോൾ അത് വളരെ നല്ല പാട്ടുകളാണ്. പിന്നെ നല്ല ആക്ട് ചെയ്ത എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഇതൊരു സൂപ്പർ സ്റ്റാർ മൂവിയല്ല, പക്ഷേ നല്ല എല്ലാവരും പുതിയ ആൾക്കാരും അടിപൊളിയായി ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക് ഉണ്ട്, നല്ല ഡയറക്ഷനാണ്. ഇത് വളരെ ചെറിയ ഒരു 1.5 മണിക്കൂർ നേരത്തെ എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടരാഗം ഏറ്റവും ബഡ്ജറ്റ് ചുരുങ്ങിയതോ അല്ലെങ്കിൽ ആളുകൾ എന്താ പറയുക വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇല്ല എങ്കിൽ കൂടെ നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് ഇഷ്ടരാഗം എത്തിപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം. അല്ല, ഈ ആക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന് പറ്റിയ ആക്ടേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കൂ, മറിമായത്തിലെ ശ്രീകുമാർ എന്ന ക്യാരക്ടർ, അദ്ദേഹം മെമ്മറീസിലെ ആ ഒരു പൃഥ്വിരാജിൻ്റെ അഗേൻസ്റ്റ് ആ ഒരു വില്ലനായിട്ട് അഭിനയിച്ച അദ്ദേഹം എത്ര അടിപൊളി ആക്ടറാണ്. അദ്ദേഹം ഇതിലുണ്ട്. ഈ സിനിമയുടെ ക്യാരക്ടറിന് പറ്റിയ ബെസ്റ്റ് ടാലൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒരുപാട് കാശ് ചിലവാക്കുന്നില്ല, എന്നാൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പുതിയ താരങ്ങളെ വെച്ചിട്ട് ഇപ്പോൾ പുത്തൻ താരോദയം എന്ന് തന്നെ പറയാം. പഴയ ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ആളുകളില്ലെങ്കിൽ പോലും സിനിമകൾ വലിയ വിജയത്തിലേക്ക് എത്തുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഇഷ്ടരാഗം നമുക്ക് അടുത്ത ആ ഒരു ഇതിലേക്ക് എത്തും എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അതിനുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അവിടെ ഇപ്പോൾ ഒരുപാട് സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളും എത്ര വലിയ ബഡ്ജറ്റ് പടങ്ങളും പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുമാരില്ല. എന്നെ സംബന്ധിച്ച് ഈ ഇഷ്ടരാഗം എന്നുള്ള മൂവി ഒരു കറണ്ട് അഫയേഴ്സായി നടക്കുന്ന ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് അത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എല്ലാവരും അടിപൊളിയായി ആക്ട് ചെയ്തിട്ടുണ്ട്. ഐ ആം പ്ലീസ്ഡ്. അതിന് നല്ല മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഇഷ്ടരാഗം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ, താങ്ക് യു.